ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് സാന്ത്വനം 2വിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ മീനുവും അതുപോലെ തന്നെ ആകാശും ഒക്കെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാനായിട്ട് കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. അവിടെ വന്നിറങ്ങിയ പാടെ തന്നെ റൂമിന്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ബാലേട്ടനാണെങ്കിലും റിസപ്ഷനിൽ ചെന്ന് സംസാരിച്ചു. അതെ, ഞങ്ങൾക്ക് 3 റൂം വേണം, എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് ചോദിക്കുമ്പം, സാറേ ഒരു റൂമിന് ഒരു ദിവസം 2500 രൂപയാണ് വാടക. ഈ വാടക പൈസ കേട്ടതും പുള്ളിക്കാരനാണെങ്കിൽ ചങ്ക അലച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ്. പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, എന്താ സാറേ എന്തെങ്കിലും പറ്റിയോ? അല്ല, ഞങ്ങൾക്ക് 3 റൂം വേണ്ട, എല്ലാവർക്കും കൂടെ ഒരു ഡോർമെട്രി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അയ്യോ സാറേ, അതിപ്പോൾ എങ്ങനെയാണ്, നോക്കട്ടെ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ ഇങ്ങനെ റിസപ്ഷൻകാരനാണല്ലോ, അപ്പോൾ അയാൾ ആ ബുക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഈ സമയത്താണെങ്കിൽ ദൈവമേ ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എൻ്റെ പൊന്നാകാശേ, ഞാനും നീയും കൂടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നതല്ലേ? നിന്റെ അച്ഛനാണെങ്കിൽ ഇത് ദൈവമേ ഇത് എന്താക്കി എടുക്കുവോ? ഇതിപ്പം മിഥുന സിനിമയിൽ ടൂറ് പോയതുപോലെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ആകാശ് പറഞ്ഞു, എടി നീ ഒന്ന് സമാധാനപ്പെട്. ആര്യനാണെങ്കിലോ ഈ ചേച്ചി ഇങ്ങനെ നിന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും ആര്യന് കാര്യങ്ങൾ പിടികിട്ടി. അവരുടെ ഹണിമൂൺ ട്രിപ്പ് ഈ അപ്പനും അമ്മയും ഒക്കെ കൂടെ കൊളാക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ആര്യനാണെങ്കിൽ നേരെ പോവുകയാണ് ഗോമതിയുടെ അടുത്തേക്ക്. ഗോമതിയെ പോയി സോപ്പിട്ടു. അമ്മേ, ദേ ഏട്ടനും ഏട്ടത്തിക്കും ഒക്കെ സെപ്പറേറ്റ് റൂം വേണ്ട അമ്മേ. ഇനി എന്തിനാ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തിരക്കി നടക്കുന്നത്? ഇപ്പൊ തന്നെ ഇത് എത്രാമത്തെ ഹോട്ടലാ? നമുക്ക് ഇവിടെ വന്നത് നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ, കുറച്ച് പൈസയൊക്കെ നഷ്ടമൊക്കെ ഉണ്ടാവും. മോനേടാ, അതൊക്കെ ഞാൻ എങ്ങനെയാടാ അച്ഛൻ്റെ അടുത്ത് പറയുന്നത്? ഒരു കാര്യം ചെയ് അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നും പറഞ്ഞിട്ട് ആര്യനാണെങ്കിലോ ഗോമതി അങ്ങ് സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അപ്പൊ ഗോമതി ആണെങ്കിൽ, അത് നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, എന്നാലും അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ? അമ്മയുടെ മുന്നിൽ അച്ഛൻ ദേഷ്യപ്പെടാനോ? എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? ദേ, അമ്മയോട് എന്ത് മാത്രം സ്നേഹം അച്ഛനുള്ളത്. അമ്മയുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടല്ലേ പൂമ്പാറ അമ്പലത്തിലേക്കും അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഈ ടൂറ് തന്നെ പ്ലാൻ ചെയ്തത്? അതും പോരാഞ്ഞിട്ട് അമ്മയുടെ പേരല്ലേ നമ്മുടെ കടക്ക് ഇട്ടിരിക്കുന്നത്. ഗോമതിയാണ് എൻ്റെ സകല ഐശ്വര്യങ്ങൾക്കും പിന്നിലെന്നൊക്കെ പറഞ്ഞതും അച്ഛൻ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ കാര്യമായിട്ട് ആര്യൻ ഗോമതിയെ സോപ്പിട്ട് നിർത്തുമ്പോഴത്തേക്കിനും, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് ബാലേട്ട ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഗോമതി ബാലനെ മാറ്റി നിർത്തുകയാണ്. എന്താ ഗോമതി, ദേ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം, ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ദേ നമുക്കിവിടെ തന്നെ നിൽക്കാന്നേ, കുറച്ച് പൈസയൊക്കെ ആയാൽ എന്നാ? എടി നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ പിടിച്ചു ഉണ്ടാക്കിയത് മുഴുവനും ഈ കൊടൈക്കനാലിൽ കൊണ്ടുവന്ന് തട്ടാനാണോ? അല്ല നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുമ്പം, ബാലേട്ട എൻ്റെ ഒരു ആഗ്രഹമല്ലേ, ബാലേട്ടൻ സാധിച്ചു തരില്ലേ എന്നും പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ ബാലന്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചുമ്പോഴത്തേക്കിനും, ബാലന് ഭാര്യയോട് നല്ല സ്നേഹമാണല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവമേ ഇനിയിപ്പോൾ എത്ര രൂപ പോവും? 10-22,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും, ബാലേട്ട പ്ലീസ് എന്ന് പറഞ്ഞു. പിന്നെ ഗോമതി പറയുന്നതിന് അപ്പീലില്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ അവിടെ തന്നെ റൂം എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആകാശിനും മീനുവിനും കൂടെ സെപ്പറേറ്റ് ഒരു റൂമും ഒക്കെ കിട്ടി. ആര്യം കാരണമാണ് ഇതൊക്കെ നടന്നത്. അങ്ങനെ ഇവരെല്ലാവരും റൂമിലേക്കൊക്കെ പോയ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ആര്യൻ അവിടെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ മിത്രയെ കാണുകയാണ്. മിത്രയാണെങ്കിലോ ഒരു സ്റ്റഡി ടൂറിനൊക്കെ വന്ന ആ ഒരു ട്രിപ്പിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവളും അവളുടെ ആ ഒരു കാമുകനും കൂടെ നിന്ന് സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും, അടാ ഇവൻ ഇവിടെയും വന്നോ, ഇവളാള് കൊള്ളാലോ എന്നുള്ള രീതിയിൽ ആര്യൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അപ്പോഴത്തേക്കിനും ആ അവളുടെ കാമുകനാണെങ്കിലോ അവളുടെ അടുത്ത് സംസാരിക്കുക, അതെ മിത്ര, ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരവും നിങ്ങളുടെ വണ്ടിക്ക് പിന്നാലെ വന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സമയം നീ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ദേ എൻ്റെ കോളേജിൽ നിന്ന് വന്ന ആ ഒരു ട്രിപ്പാണ്, ഇവിടെ നിന്നൊന്നും അങ്ങനെയൊന്നും പോരാനൊന്നും പറ്റില്ല. ഇവിടുന്ന് ഞാൻ മുങ്ങിക്കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ മുഴുവനും എൻ്റെ വീട്ടിലറിയും. അത് നിനക്കറിയാലോ, എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അങ്ങനെ അവൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങുമ്പം ആര്യൻ ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അല്ല എങ്ങനെയാപ്പം എന്താ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം, അതെ ഞാനിവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ താമസിക്കാന്നേ. നമ്മൾ കല്യാണത്തിന് മുന്നേ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നു, ആ ജീവിതം നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ഇവളെ ആണെങ്കിൽ ട്രാപ്പ് ചെയ്തിട്ട് ഇവൻ കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവനോട് പറഞ്ഞു, അതൊക്കെ നീ പറഞ്ഞതൊക്കെ സംഭവം ശരി തന്നെയാണ്, പക്ഷേ നമ്മുടെ വിവാഹശേഷം മാത്രമേ അങ്ങനെയുള്ളൊരു ജീവിതം ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു.
ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു പക്കാ ഫ്രോഡാണ് എന്നുള്ള കാര്യമൊന്നും നമ്മുടെ മിത്രയ്ക്ക് അറിയില്ലല്ലോ. അപ്പം ആര്യൻ ഇതൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ ഇവനാണെങ്കിൽ തട്ടിക്കൂട്ടി ഇവളെ വണ്ടിയിലിട്ടുണ്ട് പോയാലോ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കിനും മിത്രയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് കണ്ടു. ഇത് കണ്ട പാടെ തന്നെ നല്ല വിലയുള്ള സാധനമാണല്ലോ, ഇപ്പൊ ഇതങ്ങ് ഊരി എടുത്താലോ എന്നൊക്കെ ഇവൻ ആലോചിക്കുമ്പോഴത്തേക്കിനും നീ എന്താ ഈ നോക്കുന്നത്? അല്ല, നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്രേസ്ലെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഞാൻ അതുകൊണ്ട് ഇതൊന്ന് നോക്കിയതാണെന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് നല്ല കോസ്റ്റ്ലിയാ എടി, എന്തിനാ ഇങ്ങനെ ഇത്രയും വിലയുള്ള സാധനമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നേ? അതൊക്കെ ഊരി വീട്ടിൽ വെക്കണ്ടേന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ഉപദേശം. അപ്പൊ നമ്മുടെ ആര്യന് പിടി കിട്ടി, ഇവൻ ഇത് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് എന്നൊക്കെ. അങ്ങനെ ഈ ചെറുക്കം പോയതും നമ്മുടെ മിത്ര തിരിഞ്ഞിങ്ങ് നോക്കുമ്പോഴത്തേക്കിനും ആര്യനാണ് മുന്നിൽ നിൽക്കുന്നത്. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് മിത്ര ചോദിക്കുമ്പം, അതെന്താ ഈ കൊടൈക്കനാല് നിന്റെ വീട്ടുകാരുടെ വകയാണോ എന്ന് ചോദിക്കുക. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞപ്പം, എടി നീ ഒരു മന്ദബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ കയ്യിൽ കിടക്കുന്ന ചെയിനിന്റെ വില വരെ അവൻ ചോദിച്ചു, അതുകൊണ്ട് ഇതൊക്കെ പോവാതെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് മിത്രക്ക് ഒരു വാണിങ്ങും കൊടുത്ത് നമ്മുടെ ആര്യൻ അവിടുന്ന് പോവുക. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ആകാശും മീനും കൂടെ റൂമിൽ നിൽക്കുന്നു. അവരാണെങ്കിലോ അവരുടേതായിട്ടുള്ള ആ ഒരു ഹണിമൂൺ ട്രിപ്പാണല്ലോ, അപ്പൊ അതിന്റെ രീതിയിൽ ആകാശേ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നൊക്കെ പറഞ്ഞ് മീനു ആണെങ്കിൽ കാഴ്ചകളൊക്കെ കാണിച്ച് ആകാശിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് സ്വർഗത്തിലെ കട്ടറുമ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ അനുക്കുട്ടി അങ്ങോട്ട് റൂമിലേക്ക് ഇടിച്ചു കയറുക. അപ്പൊ അനു വന്നതും, ആകാശേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, അവിടെ നിങ്ങളുടെ അച്ഛൻ ഇവിടെ നിങ്ങളുടെ അനുജത്തി, നിങ്ങൾക്കൊന്നും ഒരു മര്യാദ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ മീനു. അപ്പൊ മീനു ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ആകാശാണെങ്കിലോ, എടി അവൾ ഇച്ചിരി സമയം കഴിയുമ്പോൾ ഇവിടുന്ന് പോയിക്കോളും, നീ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞിട്ട് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇല്ല ഇത് മിക്കവാറും നാട്ടിലേക്കുള്ള ഏതെങ്കിലും ഒരു ബസ്സിന് കയറി ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് പറയുക. അപ്പോഴത്തേക്കിന് ആകാശിന് വലിയ വിഷമമൊക്കെ ആയിട്ടോ. അനുക്കുട്ടി നീ അപ്പുറത്ത് പോ, ചേട്ടന് നല്ല തലവേദനയാന്ന് പറഞ്ഞിട്ട് ആകാശ് അനുവിനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഏട്ടാ ആ റൂമിനകത്ത് TV പോലും ഓൺ ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നില്ല, അമ്മയും അച്ഛനും കൂടെ അവിടെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ശരിയാവില്ല, ഞാൻ ഇന്ന് മീനു ചേച്ചിയുടെ കൂടെ ഈ റൂമിൽ കിടന്നോളാന്നും പറഞ്ഞു. പൂർത്തിയായി. അങ്ങനെ മീനു ആണെങ്കിലും വിചാരിച്ചതോ ഒന്നും നടക്കുന്നുമില്ല, ആകാശാണെങ്കിൽ ഇതിനൊന്നും ഒരു രീതിയിലും സഹകരിക്കുന്നുമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് മിത്രയുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ കൂട്ടാളിയെ വിളിക്കുകയാണ്. അതെ, അവളെ ഞാൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചിട്ട് അവൾ അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ല. ഒരു കാര്യം ചെയ്താലോ, അവളെ നമുക്ക് അങ്ങ് പൊക്കിയാലോ? അവിടെ കയ്യിൽ നല്ല വിലപിടിപ്പുള്ള ഒരു ചെയിൻ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കണ്ടുവച്ചിരിക്കുക. നീ എന്തായാലും വെയിറ്റ് ചെയ്, ഇപ്പം അവളെ പിണക്കണ്ട, വഴിയെ നമുക്ക് അവളെ അങ്ങ് ട്രാപ്പിലാക്കാന്നുള്ള രീതിയിൽ ഇവന്മാർ ചർച്ച ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സാന്ത്വനം 2-ന്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.